ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മരണവും അനുബന്ധ വിഷയങ്ങളും എന്നതിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിലെ ചർച്ചാ വിഷയം നമ്മൾ രക്തദാനം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ അവയവമാറ്റം, ഇതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കാൻ പോകുന്നത്. രക്തം നജസാണ്. രക്തം അനാവശ്യമായി അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ശരീരത്തിലൊക്കെ ആക്കുകയൊക്കെ ചെയ്യുന്നത് നജസാണ്, പാടില്ലാത്തതാണ്. അതുപോലെ പക്ഷേ അനിവാര്യ ഘട്ടങ്ങളിൽ രക്തം ചികിത്സക്ക് ഉപയോഗപ്പെടുത്തുന്നത് അനുവദനീയമാണ്. എന്നാൽ രക്തം കുടിക്കൽ കൊണ്ട് ചികിത്സ ലഭ്യമാകുന്ന ഒരു സ്ഥാനമുണ്ടെങ്കിൽ അവിടെ അതുവരെ അനുവദനീയമാണ്. രക്തം നൽകൽ, ശരീരത്തിലേക്ക് നൽകുക എന്നത് അതിന്റെ ആരോഗ്യ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അതിന്റെ വിദഗ്ധരിലൂടെ അത്തരം സംഗതികൾ ചെയ്യുന്നത് അനുവദനീയമാണ്. എന്നാൽ ചിലപ്പോൾ മനുഷ്യൻ അനിവാര്യമായി രക്തം കൊടുക്കേണ്ട ഒരു ചുറ്റുപാടുണ്ടാകും. രക്തം നഷ്ടപ്പെട്ടു പോവുകയോ ഓപ്പറേഷനിലും മറ്റുമൊക്കെ രക്തം കൂടുതലായി നഷ്ടപ്പെട്ടു പോവുകയോ ആക്സിഡന്റിലും മറ്റുമൊക്കെ കൂടുതലായി രക്തം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത്തരം സമയത്ത് അവിടെ രക്തം കൊടുക്കൽ അനിവാര്യമാണ്. രക്തം മനുഷ്യന് അനിവാര്യമായ ഘട്ടങ്ങളിൽ അവന് ഉപകാരപ്പെടുന്ന രീതിയിൽ ആ രോഗിക്ക് രക്തം കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. രക്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത അനിവാര്യമായ ഒരു ഘടകമാണ്. രക്തമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ഈ രക്തം വെറുതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കളയാനോ എടുക്കാനോ പാടില്ല. ആവശ്യഘട്ടങ്ങളിൽ അത് കൊടുക്കാം, ഉപയോഗിക്കാം. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ അത്രമേൽ വിലപ്പെട്ടതാണ്, രക്തവും അത്രയേറെ വിലപ്പെട്ടതാണ്. എന്നാൽ ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടുത്താൽ ഒരാൾക്ക് പ്രയാസമില്ലാത്തൊരു സാഹചര്യം, രക്തം കൊടുക്കുന്നത് പലപ്പോഴും ഗുണകരമാണ്. പക്ഷെ അതൊരു വിദഗ്ധനായ ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത്തരം സാഹചര്യത്തിൽ കൊടുത്താൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ആ വക്താവിന്, ആ മനുഷ്യന് രക്തം കൊടുക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിലൊക്കെ എപ്പോഴും അഭയം പ്രാപിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത് നല്ല നീതിബോധമുള്ള, മാനുഷിക ബോധമുള്ള ഡോക്ടർമാരെയാണ്. അതിൽ വല്ലാതെ കച്ചവട കണ്ണുള്ള അത്തരം ഡോക്ടർമാരെയോ അത്തരം സ്ഥാപനങ്ങളെയോ, ബിസിനസ് മൈൻഡ് മാത്രം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സ്ഥാപനങ്ങളെയോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിനെ നാം അവലംബിക്കുന്നത് വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്, വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയവുമാണ്. എന്നാൽ ഒരു ആരോഗ്യമുള്ള മനുഷ്യനിൽ നിന്ന് രക്തം എടുക്കുന്നത് പലപ്പോഴും ആ ശരീരത്തിന് ഗുണമാണ് എന്നാണ് നിലവിലുള്ള പൊതുവിൽ ആരോഗ്യമേഖലയിലുള്ള വിലയിരുത്തൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അത്തരം സമയത്ത് ഈ പറയപ്പെട്ടതുപോലെ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിലും മറ്റുമൊക്കെ നമുക്ക് രക്തം കൊടുക്കാവുന്നതാണ്. അതിൽ തെറ്റില്ല. എന്ന് മാത്രമല്ല, അതിന്റെ വേണ്ട പരിശോധനകളും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുന്ന വ്യക്തിക്ക് രോഗമില്ല എന്ന് ബോധ്യപ്പെടുകയും ആ കിട്ടുന്ന ആൾക്ക് അത് ഉപകാരപ്പെടുവാണെന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയിലാണ് രക്തം കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ രക്തം എടുത്ത് നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതെ നോക്കേണ്ടതാണ്. ഇനി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രക്തം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപകടമുണ്ടാകും, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവയവത്തിന് അപകടം ഉണ്ടാകുമെന്നോ ശരീരത്തിന് അപകടമുണ്ടാകുമെന്നോ മറ്റോ മനസ്സിലായാൽ അത് എടുക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഒരവയവവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ അവയവം മുറിച്ച് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. എപ്പോഴല്ലാതെ ഈ അവയവം എടുത്താൽ ഇദ്ദേഹത്തിന് പ്രശ്നങ്ങളില്ല, അതേസമയത്ത് മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ അത് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റു വഴികൾ ഇല്ലാത്തയിടത്ത് അത് കൊടുക്കാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. അല്ലാതെ ഒരു അവയവം ഒരാളെ കൈ മുറിച്ച് മറ്റേയാൾക്ക് കൊടുക്കുക, ഇയാൾക്ക് കൈയില്ലെങ്കിൽ പ്രശ്നമില്ല, മറ്റേയാൾക്ക് കൈ ഉണ്ടാകണം, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരു മനുഷ്യനും തന്റെ ശരീരത്തെ വികൃതമാക്കാൻ ഈ ലോകത്ത് സൃഷ്ടാവ് അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല. അപ്പോ ഒരാളുടെ ശരീരം വികൃതമാക്കിയിട്ട് മറ്റൊരാള് അങ്ങനെ ഉഷാറായി നടക്കുക എന്ന അവസ്ഥ, അത് പാടില്ല. അത് വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. ഇനി രക്തവും മറ്റ് അവയവവും ഒരുപോലെയല്ല. രക്തം കൊടുത്താൽ പിന്നെയും വേഗം ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ്. അവയവം കൈമുറിച്ചു കൊടുത്താൽ പിന്നീട് ഉണ്ടാവുക എന്നത് ഉണ്ടാകൂലല്ലോ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഒരു കിഡ്നി ഉണ്ടായാൽ തന്നെ ഒരാൾക്ക് ജീവിക്കാം.
എന്ന് ഡോക്ടർ പറയുന്നു. അതേസമയത്ത് മറ്റൊരാൾക്ക് 2 കിഡ്നിയും പോയിട്ടുണ്ട്, മകനാണ്, പിതാവാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, അങ്ങനെ വളരെ പ്രിയപ്പെട്ടവരാണ്. അത്തരം സമയത്ത് സ്വയം കൊടുക്കാൻ സന്നദ്ധമാകുന്നു. മറ്റൊരാളുടെ ജീവൻ നിലനിൽക്കാൻ അത് അനിവാര്യമാണ്. ഇവർക്ക് മറ്റു കുഴപ്പമിട്ട് വരുന്നുമില്ല. അത്തരം സാഹചര്യങ്ങളിൽ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യാവുന്നതുമാണ്. എന്നാൽ രക്തദാനം തന്നെ, അവയവദാനം ചെയ്യുന്നിടത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവയവ മാറ്റം നടത്തുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ മറ്റു മെറ്റീരിയൽസുകൾ കൊണ്ടുണ്ടാക്കിയ അവയവങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതുണ്ട്. അത് സ്വർണം വെള്ളിയല്ലാത്ത മറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അവയവങ്ങൾ അനുവദനീയമാണ്, വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഒന്ന്. രണ്ടാമത്തേത്, സ്വർണം വെള്ളി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പുരുഷൻ ഉപയോഗിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ പുരുഷന് തന്നെ വിരൽക്കൊടി അല്ലെങ്കിൽ പല്ല്, ഇത്തരം സംഗതികൾ സ്വർണത്തിൻ്റെത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് എന്ന് ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ഇനി അടുത്തൊരു വിഷയം, ഒരു തിന്നപ്പെടാൻ പറ്റുന്ന ജീവി, അറുത്താൽ തിന്നാൻ പറ്റുന്ന ജീവി, ആ ജീവിയുടെ അവയവം വെച്ചു പിടിപ്പിച്ചാൽ ഒരു മനുഷ്യന് അതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് തെറ്റില്ല. കാരണം ആ ജീവിയെ അറുത്തു ഭക്ഷിക്കാവുന്നതാണ് ഓൾറെഡി, അതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തേത്, നജസായ ഒരു അവയവം ഉപയോഗപ്പെടുത്തുന്നത് അനിവാര്യ ഘട്ടത്തിൽ അത് അനുവദനീയമാണ്. അങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ ആ വെച്ച് പിടിപ്പിച്ചതോടുകൂടെ തന്നെ അദ്ദേഹത്തിന് നിസ്കാരം പോലെയുള്ളത് അനുവദനീയമാണ്. അത് നജസായത് കൊണ്ട് നിസ്കാരത്തിനോ മറ്റോ തടസ്സമില്ല, അതോടുകൂടെ തന്നെ നിസ്കരിക്കാവുന്നതാണ്. ഇനി നാലാമതൊരു കാര്യം, അവയവദാനം, അവയവം വെച്ച് പിടിപ്പിക്കുന്ന, അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ഇതിൽ തന്നെ മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസാല, ഒരു മുറിവുണ്ടായി, ആ മുറിവ് നല്ല ആഴത്തിലുള്ള മുറിവാണ്, തുന്നിയിട്ടില്ലെങ്കിൽ ആ മുറിവ് കൂടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് തുന്നാമോ? തുന്നാം എന്ന് മാത്രമല്ല, തുന്നണം. അവിടെ അത് തുന്നുകയും അതിനാവശ്യമായ മറ്റു പരിഹാരങ്ങൾ എന്തൊക്കെയാണോ അത്തരം സംഗതികൾ ചെയ്യേണ്ടതാണ്. അതുപോലെ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട നാലാമത് പറയുന്നത്, തുന്നിപ്പിടിപ്പിക്കുക അല്ലെങ്കിൽ പകലം മറ്റൊരു മനുഷ്യന്റെ ഒരു അവയവം വെച്ച് പിടിപ്പിക്കുക എന്നതാണ്. അനിവാര്യ ഘട്ടങ്ങളിൽ മറ്റു മാർഗങ്ങളില്ലാത്തപ്പോൾ ഇത് ചെയ്യാവുന്നതാണ്. അവിടെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരാൾക്ക് ഫലോ വജദൽ മുത്തറു ത്വാഹിറൻ, ഒരു ശുദ്ധിയുള്ളതോ അല്ലെങ്കിൽ നജസോ അവയവം വെച്ച് പിടിപ്പിക്കാൻ പറ്റിയത് കിട്ടിയാൽ, മനുഷ്യനല്ലാത്തതിന്റെ കിട്ടുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, മനുഷ്യന്റെ അവയവം എടുക്കാതെ മറ്റു ജീവികളുടേതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യണം. പരമാവധി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം എടുത്ത് പിടിപ്പിക്കുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അതേസമയം അനിവാര്യ ഘട്ടങ്ങളിൽ അത് അനുവദനീയമാണ്. ഇപ്പോ ഈ എടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഏതൊരു ശരീരത്തിൽ നിന്നാണ് എടുക്കുന്ന, അവരുടെ ജീവന് അത് തടസ്സമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോഴാണ് അത് പറ്റുന്നത് തന്നെ. ഇനി മറ്റൊരു കാര്യം, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം എടുത്തുപോയി, മുറിഞ്ഞു വീണുപോയി, അതെടുത്ത് അതേ സ്ഥാനത്ത് വെച്ച് തുന്നാൻ പറ്റുമോ? തുന്നാൻ പറ്റും. അവിടെ തന്നെ വെച്ചിട്ട് അത് ഉപയോഗപ്പെടുത്താം, അത് തുന്നാം. ഇനി ആറാമതൊരു വിഷയം, അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടത്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് തന്നെ മറ്റൊരു ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടി ഒരു പീസ് മുറിച്ചെടുക്കാൻ പറ്റുമോ? മുറിച്ചെടുത്ത് അവിടെ ഉപയോഗിക്കാം. നേരത്തെ ഞാൻ അതിന്റെ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി ഏഴാമത് പറയുന്നത്, അവയവമാറ്റവും ബന്ധപ്പെട്ടത്, ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വെക്കാൻ വേണ്ടി മുറിക്കാൻ പറ്റുമോ? മുറിക്കാൻ പറ്റൂല എന്നുള്ളതാണ് പൊതു മസാല. എന്നാൽ ഞാൻ അതിന്റെ വിശദീകരണം നേരത്തെ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റു ധാരാളം വിഷയങ്ങളുണ്ട്. അതിൽ ഒരു വിഷയം ഇന്നത്തേതിന്റെ കൂടെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു, രോഗസന്ദർശനം. ഒരാൾ രോഗിയായാൽ നാം ആ രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. അതിൽ സന്ദർശിക്കുന്ന സമയത്ത് നമ്മളെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ചങ്ങാതിമാർ, ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ, അയൽവാസികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മാനദണ്ഡങ്ങളുടെ പേരിലൊക്കെ ഒരാൾ രോഗിയായാൽ സന്ദർശിക്കൽ വലിയ പുണ്യമുള്ള, മഹത്വമുള്ള ഒരു സൽക്കർമ്മമാണ്.
സന്ദർശിക്കുന്ന സമയത്ത് ഒരു രോഗിയുടെ അടുക്കൽ പൊതുവിൽ കൂടുതൽ സമയം നിൽക്കാൻ പാടില്ല. രോഗിയെ സന്ദർശിച്ചാൽ എത്രയും പെട്ടെന്ന് പിരിഞ്ഞു പോകണം. എന്നാൽ ഒരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് രണ്ട് രീതി ഉണ്ടാകാം. ഒന്ന്, ആ രോഗിക്ക് പെട്ടെന്ന് ശമന സാധ്യതയുള്ള ഒരു രോഗമാണ് നമ്മുടെ പ്രഥമ ദൃഷ്ടിയ. എന്നാൽ ആ മനുഷ്യന്റെ ശിഫായിന് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുന്നതിൽ ഏറ്റവും അഫ്ദലായ ദുആന്റെ വാക്കാണ് അല്ലാഹു അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം യശ്ഫിയക്. ഇങ്ങനെ 7 തവണ ചൊല്ലിക്കൊടുക്കുക. ഇതിന്റെ അർത്ഥം അർഷിന്റെ അധിപനായ അള്ളാഹുവിനോട് നിങ്ങൾക്ക് ശമനം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെ 7 തവണ പറഞ്ഞു കൊടുക്കുക എന്നത് അതൊരു പുണ്യമുള്ള സന്ദർശന രീതിയാണ്. ഇനി അതല്ല, ഒരു മരണാസന്നനായി കിടക്കുകയാണ്, അത്തരം ഒരു സമയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തോന്നിക്കാത്ത വിധം തൗബ ചെയ്യാനും അതുപോലെ വസൂയത്ത് ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുകയും അള്ളാഹു വലിയ റഹ്മത്തുള്ളവനാണ് എന്ന രീതിയിൽ വളരെ കരുണയോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ മഹത്വമുള്ളതാണ്. അതാണ് അവിടെ സ്വീകരിക്കേണ്ട സമീപനം. വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സന്ദർശിക്കുന്നത്. ഈ രോഗി ഇയാൾ എൻ്റെ അടുത്ത് കുറച്ച് സമയം ഇരുന്നാൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരം ഒരു വ്യക്തി വന്നാൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് മഹത്വമുള്ളതാണ്, പുണ്യമുള്ളതാണ്. അല്ലാതെ പൊതുവിൽ ഒരാൾ രോഗസന്ദർശനം നടത്തിയാൽ എത്രയും പെട്ടെന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത്, കൂടുതൽ അവിടെ താമസിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. രോഗസന്ദർശനം നടത്തുക എന്നുള്ളത് ഒരു ആദരവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു തമ്മാടിയെ രോഗസന്ദർശനം നടത്തുന്നത് പലപ്പോഴും അതൊരു പ്രോത്സാഹനമാകുമെന്ന് തോന്നുന്നിടത്ത് തമ്മാടിയായ ഒരാളെ രോഗസന്ദർശനം നടത്താതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു മതവിശ്വാസത്തിൽ നല്ല നിഷ്കർഷയോടെ നീങ്ങുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മതത്തോടുള്ള ഒരു കൂറിന്റെ ഭാഗമാണ് ആ മതത്തിൽ പുത്തനാശയം കൊണ്ടുവന്ന മുബത്തദികൾ. അത്തരം മുബത്തദികളെ രോഗസന്ദർശനം നടത്താതിരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഒരു മതപരമായ വിഷയങ്ങളിൽ കണിശത പുലർത്താതിരിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കാൻ, അത്തരം സംഗതികൾ ഇല്ലാതെ, അതായത് മതത്തിന്റെ വിഷയങ്ങളൊക്കെ കാര്യഗൗരവത്തോടു കൂടെ കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നതാകാൻ വേണ്ടി ഒരു മുബത്തദീനെ രോഗസന്ദർശനം നടത്താതിരിക്കുക എന്നത് സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ മറ്റൊന്നാണ്, ഒരു രോഗിയായാൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കാതിരിക്കുക, മരുന്ന് കുടിക്കാൻ നിർബന്ധിക്കാതിരിക്കുക, പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ വിഷയമായി ചർച്ച ചെയ്തത്. ഇനിയും വിഷയങ്ങൾ ഇതിന്റെ ഓരോ ഘട്ടങ്ങളായി നമുക്ക് ചർച്ച ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.